ഹായ് ഓൾ, ഇന്ന് നമുക്ക് പറയാനുള്ളത് കുബേര എന്ന സിനിമയെ പറ്റിയാണ്. അതിൽ സ്റ്റാറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നാഗാർജുനയും അതുപോലെ ധനുഷുമാണ്. ഇതിലുള്ള ക്യാരക്ടർ ധനുഷിന് ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായിരുന്നു. ഒരു കോപ്പറേറ്റീവ് കമ്പനി അദ്ദേഹത്തിന് വിലക്കെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനെ കൊണ്ടുപോയി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു ധനികനാക്കി മാറ്റുക. അതാണ് ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കൊല്ലുക, അതാണ് അതിൻ്റെ സംഭവം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു നാടകമാണ് പിഗ്മാലിയൻ. ഹിഗിൻസ്, അതുപോലെ എലിസ ഡൂലിറ്റിൽ, ഇവരൊക്കെ ക്യാരക്ടേഴ്സായി വരുന്ന പിഗ്മാലിയൻ. ഇതിലുള്ള പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള എലിസ ഡൂലിറ്റിൽ, അതിനും ആ ഒരു ക്യാരക്ടറിനും ഇതേ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. എലിസ ഡൂലിറ്റിൽ ഹിഗിൻസിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഹിഗിൻസ് ഒരു ഫൊനറ്റീഷ്യനാണ്. അദ്ദേഹം ഇവളെ ഒരു ഡച്ചസിനെ പോലെ ആക്കി മാറ്റാം, ഇവളുടെ ആ ഒരു സംസാര ശൈലിയൊക്കെ ആ രീതിയിലാക്കി മാറ്റാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവളെ മാറ്റിയെടുക്കുന്നുണ്ട്, ഇവളുടെ സംസാര ശൈലി മാറ്റുന്നുണ്ട്. നല്ലൊരു ഡച്ചസിനെ പോലെ തന്നെ അവൾ പെരുമാറുന്നുണ്ട്. പിന്നെ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, അവൾക്ക് വീണ്ടും അവളുടെ ആ ഒരു ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഷീ ഈസ് ബിക്കമിങ് കൺഫ്യൂസ്ഡ്, കോൺഫ്ലിക്റ്റഡായി മാറുന്നുണ്ട് അവളുടെ മൈൻഡ്. കാരണം ഏത് ക്ലാസ്സിലേക്ക് പോകണം, ലോവർ ക്ലാസ്സിലേക്ക് പോകണോ, ലോവർ ക്ലാസ്സിലും അവളെ സ്വീകരിക്കില്ല, അതേപോലെ അപ്പർ ക്ലാസ്സിലും സ്വീകരിക്കില്ല. ഇൻ ബിറ്റ്വീനായി മാറുകയാണ് അവൾ. അതായത് അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായി മാറുക. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ധനുഷിന് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭിക്ഷാടനം എന്നുള്ള കാര്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, അതുപോലെ അപ്പർ ക്ലാസ് ലെവലിലേക്കും എത്തുന്നില്ല. അദ്ദേഹവും ഇതേപോലെ കോൺഫ്ലിക്റ്റഡായി മാറുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ള, നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി, എലിസ ഡൂലിറ്റിലിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ മലയാള സിനിമകളിലും ഇതേപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മൾ പഠിക്കുന്ന നാടകങ്ങളിലെല്ലാം നമുക്ക് സാമ്യം തോന്നുന്ന ക്യാരക്ടേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഈ ഡ്രാമകളിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ബൈ.